നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട 5-6 ചോദ്യങ്ങൾ പഠിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടും അതോടൊപ്പം ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹെഡ് ഓഫീസ് പട്ടത്താണ്. എവിടെയാണ്? പട്ടത്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹെഡ് ഓഫീസ്. അതോടൊപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? VK വേലായുധനാണ്. കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് VK വേലായുധനാണ്. രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? V മരിയാർപുത്തമാണ്. കേരള PSCയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? V മരിയാർപുത്തമാണ് കേരള PSCയുടെ രണ്ടാമത്തെ ചെയർമാൻ. ആദ്യത്തെ ചെയർമാൻ ആരാണ്? VK വേലായുധനാണ്. അദ്ദേഹം 1956 മുതൽ 1962 വരെ കേരള PSCയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ VK വേലായുധനാണ്. രണ്ടാമത്തെ ചെയർമാൻ V മരിയാർപുത്തമാണ്. നിലവിലെ കേരള PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. നിലവിലെ കേരള PSC ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ MR ബൈജു ആണ്. നിലവിൽ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണ് PSCയിലുള്ളത്. എത്ര അംഗങ്ങളാണ്? 21 അംഗങ്ങളാണ് കേരള PSCയിൽ ചെയർമാൻ ഉൾപ്പെടെ ഇപ്പോൾ ഉള്ളത്. നിലവിലെ സെക്രട്ടറി സാജു ജോർജ് ആണ്. ആരാണ്? സാജു ജോർജ് ആണ് നിലവിലെ കേരള PSCയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന സിവിൽ സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകാനും നിയമന അധികാരങ്ങളുടെ നിർദ്ദേശാനുസരണം വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് നടത്തുവാനുമൊക്കെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പട്ടത്താണ്. പട്ടം തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് VK വേലായുധനാണ്. അദ്ദേഹം 1956 മുതൽ 1962 വരെ PSC ചെയർമാനായിരുന്നു. രണ്ടാമത്തെ ചെയർമാൻ V മരിയാർപുത്തമാണ്. ആരാണ്? V മരിയാർപുത്തമാണ് PSCയുടെ രണ്ടാമത്തെ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. നിലവിൽ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. നിലവിലെ സെക്രട്ടറി എന്ന് പറയുന്നത് സാജു ജോർജ് ആണ്. ആരാണ്? സാജു ജോർജ് ആണ് കേരള PSCയുടെ നിലവിലെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വളരെ ബേസിക്കായിട്ടുള്ളൊരു ലെവലിൽ നിന്നുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിലൊരുപാട് ആർട്ടിക്കിളുകളും കാര്യങ്ങളും എല്ലാം നോക്കാനുണ്ട്. ഓരോ കേരള PSCയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ അത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ബേസിക്കായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം, അടിസ്ഥാനപരമായി അറിഞ്ഞു വെക്കേണ്ട ക്വസ്റ്റ്യൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നോക്കുകയാണ് നമ്മളിവിടെ ചെയ്തത്. ഒന്നുകൂടി പറയാം. അതുകൊണ്ട് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പട്ടത്താണ്. ആദ്യ ചെയർമാൻ VK വേലായുധനാണ്. രണ്ടാമത്തെ ചെയർമാൻ V മരിയാർപുത്തമാണ്. നിലവിലെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. നിലവിലെ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. നിലവിലെ സെക്രട്ടറി ആരാണ്? സാജു ജോർജ് ആണ് നിലവിലെ സെക്രട്ടറി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323 പ്രകാരമാണെന്ത്? 323 പരാമർശിച്ചിരിക്കുന്ന സിവിൽ സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുവാനും നിയമന അധികാരങ്ങളിൽ നിർദ്ദേശാനുസരണം വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് നടത്തുവാനുമായിട്ടൊക്കെ നിലകൊള്ളുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്? കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്.